പട്ടാമ്പിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 160 ഗ്രാമോളം MDMAയുമായി മൊത്തക്കച്ചവടക്കാരുൾപ്പെടെ 3 പേരെ അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പട്ടാമ്പി മുതുതല ഗണപതി ക്ഷേത്രത്തിന് സമീപത്തു നിന്നും മണ്ണേങ്ങാട് സ്വദേശി ചക്വാൻതൊടി വീട്ടിൽ അക്ബറിനെ പിടികൂടിയത്. ഇയാളുടെ കൈവശമുണ്ടായിരുന്ന 11.54 ഗ്രാം MDMAയും പിടികൂടി. തുടർന്ന് പോലീസിന്റെ നിർദ്ദേശപ്രകാരം മയക്കുമരുന്ന് ആവശ്യപ്പെട്ട് അക്ബർ മൊത്തക്കച്ചവടക്കാരെ പട്ടാമ്പിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഷൊർണൂർ DSP ശ്രീ മനോജ് കുമാർ സാറുടെ നേതൃത്വത്തിൽ സബ് ഡിവിഷൻ ലെവലിലും ഇത്തരത്തിലുള്ള വിൽപ്പന തടയുന്നതിനും ലഹരിയുടെ ഉപയോഗം തടയുന്നതിനുമായിട്ടുള്ള പ്രത്യേക ഡ്രൈവ് നടന്ന് വരുന്നു. പട്ടാമ്പി പോലീസ് ശ്രീ പത്മനാഭൻ സാർ ISHOയുടെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗം തടയുന്നതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ സ്പെഷ്യൽ ടീം രൂപീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2 വലിയ കേസുകൾ മയക്കുമരുന്നായിട്ടുള്ള MDMA കൈവശം വെച്ച് വിൽപ്പനയ്ക്കായി കൈവശം വെച്ചതിന് ഒപ്പം മണ്ണേങ്കോട് സ്വദേശിയായിട്ടുള്ള അക്ബർ എന്നയാളെ അറസ്റ്റ് ചെയ്യുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ സോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ സമയം മുഹമ്മദ് ഫാരിസ് എന്ന മലപ്പുറം സ്വദേശി കാടമ്പുഴക്കടുത്തുള്ള ആളാണ്. അയാളെ അറസ്റ്റ് ചെയ്യുകയും അവിടെ നിന്നും കിട്ടിയിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള അൻഷിഫ് എന്നയാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മലപ്പുറം അനന്താവൂർ സ്വദേശി ഹാരിസ്, വളാഞ്ചേരി സ്വദേശി അൻഷിഫ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 148.15 ഗ്രാം MDMAയും കണ്ടെടുത്തു. ഇവരാണ് പട്ടാമ്പി മേഖലയിലെ ഏജന്റുമാർക്ക് MDMA എത്തിച്ചു നൽകുന്നത്. പട്ടാമ്പി ഫിഷ് മാർക്കറ്റിന് സമീപം കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കൈമാറ്റം നടക്കുന്നതായി പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. ഈ പ്രദേശത്തേക്കാണ് മൊത്തക്കച്ചവടക്കാരെ പോലീസ് തന്ത്രപൂർവ്വം എത്തിച്ചത്. പ്രതികളിൽ നിന്ന് 2 കാറുകളും കസ്റ്റഡിയിലെടുത്തു. പട്ടാമ്പി മേഖലയിൽ ലഹരി വിൽപ്പനയും ഉപയോഗവും നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു വരുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ ലഹരി കടത്തിന് 26 കേസുകളും ലഹരി ഉപയോഗത്തിന് 255 കേസുകളും പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഇത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. കേരള വിഷൻ, പട്ടാമ്പി.